السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, നാം ഇന്നലെ ചർച്ച ചെയ്തത് ഖസ്റും ജംഉം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ദൂരപരിധി എത്രയാണ് എന്നതിനെക്കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതിന്റെ പ്രായോഗിക രൂപത്തെ സംബന്ധിച്ച. ഒരാൾ യാത്ര പോവുകയാണ്, അതിന്റെ നിയമങ്ങൾ പറയുന്നതിനേക്കാൾ നല്ലത് അതിന്റെ നിയമങ്ങൾ നാം വിശദീകരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നതിനേക്കാൾ മനസ്സിലാകാനുള്ള രൂപം, ഉത്തമമായ രൂപം, അത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇൻഷാ അല്ലാഹ് ഖസ്റും ജംഉം എങ്ങനെയാണ് പ്രായോഗിക രൂപത്തിൽ കൊണ്ടുവരിക. നമ്മിൽ ബഹുഭൂരിഭാഗം ആളുകളും യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതിന് വലിയ യാത്ര വേണമെന്നില്ല. ഇന്നലത്തെ ചർച്ചയിൽ നാം അതിന്റെ ദൂരപരിധി പറഞ്ഞിട്ടുണ്ട്. 132 കിലോമീറ്റർ യാത്ര ചെയ്താൽ മതി. യാത്ര ഹലാലായിരിക്കണം എന്ന നിബന്ധന ഇതിനകത്തുണ്ട്. അങ്ങനെ ഹലാലായ യാത്രയാണെങ്കിൽ ആ ഹലാലായ യാത്രക്കാരന് 132 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവന് ഖസ്റും ജംഉമാക്കൽ അനുവദനീയവും, 198 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുവെങ്കിൽ അവന് ഖസ്റാക്കൽ സുന്നത്തുകൂടിയാണ് എന്ന കാര്യം ഇന്നലെ നാം ചർച്ച ചെയ്തു പോയതാണ്. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതിന്റെ പ്രായോഗിക രൂപത്തെ സംബന്ധിച്ചാണ്. നമുക്ക് ഒരു വിമാനത്താവളം തന്നെ സങ്കല്പിക്കാം, ഒരു എയർപോർട്ട് തന്നെ നമുക്ക് സങ്കല്പിക്കാം. യാത്ര 132 കിലോമീറ്റർ ആയാൽ മതി. നാട്ടില് യാത്ര ചെയ്യുന്ന ആളുകളെല്ലാം ഇത് അവരുടെ രൂപം വെച്ച് സങ്കല്പിക്കാവുന്നതാണ്. എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 200 കിലോമീറ്റർ ഏകദേശം ദൂരമുണ്ട്. അല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോടിന് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനും 200ഓളം കിലോമീറ്റർ ഉണ്ട്. എറണാകുളം മധ്യത്തിലായതുകൊണ്ട് രണ്ടിന്റെയും അത്രയും ദൂരപരിധി ആവശ്യമില്ല. 132 കിലോമീറ്റർ മതി. ഏകദേശം കോതമംഗലത്ത് നിന്ന് ചാവക്കാട് വരെ നാം നോക്കുമ്പോൾ ഏകദേശം 100 കിലോമീറ്ററോളം ഉണ്ട് ദൂരം. അപ്പൊ ചാവക്കാട് നിന്ന് പൊന്നാനി വരെ പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 132 കിലോമീറ്റർ ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള ഒരു യാത്രയാണ് ഖസ്റും ജംഇനും ആവശ്യമായി വരികയുള്ളൂ. അതല്ലാതെ ദിവസങ്ങളോളം നീളുന്ന യാത്ര ഖസ്റും ജംഇനും ആവശ്യമില്ല. ഇതിന്റെ പ്രായോഗിക രൂപം ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് നാം എയർപോർട്ടിലാണ് എന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ യാത്ര പുറപ്പെടാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നാം യാത്ര പുറപ്പെടുന്നത്. ളുഹറിന്റെ സമയമാണത്, എല്ലാവർക്കും അറിയാം. അസ്റിന്റെ സമയത്ത് നാം വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ നിസ്കരിക്കാൻ സൗകര്യം ലഭിച്ചുകൊള്ളണമെന്നില്ല. ഇവിടെയാണെങ്കിൽ ഇനി ഫ്ലൈറ്റ് പോകാൻ സമയമുണ്ട് താനും. എങ്കിൽ അസ്റു കൂടി ളുഹറിന്റെ സമയത്ത് ജംആക്കി നിസ്കരിക്കുന്നതാണ് നല്ലത്. ഇത് ബസ് യാത്ര ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഇതേ രൂപത്തിൽ തന്നെയാണ്. ളുഹർ നിസ്കാരത്തിന്റെ സമയത്ത് അവൻ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് 1 മണി സമയത്ത്. അല്ലെങ്കിൽ അവൻ ബസ് സ്റ്റാൻഡിലാണ്. 1:30ക്കാണ് ബസ് വരികയുള്ളൂ. അവൻ തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ കയറിയാൽ അസറിന്റെ സമയത്ത് അവൻ തിരുവനന്തപുരത്ത് ഇറങ്ങുകയില്ല. എങ്കിൽ അല്ലെങ്കിൽ ഇറങ്ങും എന്ന് തന്നെ സങ്കല്പിച്ചുകൊള്ളൂ, എന്നാലും കുഴപ്പമില്ല. ളുഹറിന്റെ സമയം ഇവിടെ 1 മണി സമയത്താണ് അവൻ അവിടെ നിൽക്കുന്നത്. 1:30ക്കാണ് ബസ് വരികയുള്ളൂ എങ്കിൽ അവന് ഇവിടെ നിന്ന് തന്നെ, എറണാകുളത്ത് നിന്ന് തന്നെ ളുഹറിന്റെ കൂടെ അസ്റു കൂടി ജംആക്കി നിസ്കരിക്കാവുന്നതാണ്. എങ്ങനെയാണ് ജംആക്കി നിസ്കരിക്കുക? വുളൂ ചെയ്ത് ബാങ്കും ഇഖാമത്തും കൊടുത്ത്
ആദ്യം ളുഹർ 2 റക്അത്ത് നിസ്കരിക്കുക. അല്ലാഹു തആലക്ക് വേണ്ടി ളുഹർ എന്ന ഫർളിനെ ഖസറായി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, അസറിനെ ഇതോടൊപ്പം മുന്തിച്ച് ജംആക്കുകയും ചെയ്യുന്നു എന്ന നിയ്യത്ത് ചെയ്യണം. നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ളുഹർ 2 റക്അത്തായി അല്ലാഹു തആലക്ക് വേണ്ടി ഖസറായി ഞാൻ നിസ്കരിക്കുന്നു, അസറിനെ ഇതോടൊപ്പം മുന്തിച്ച് ജംആക്കുകയും ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ശേഷം ളുഹർ 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഉടനെ തന്നെ ഇഖാമത്ത് നിർവഹിക്കുക. ഇഖാമത്ത് മാത്രം കൊടുക്കുക, ഇടയ്ക്ക് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കരുത്. ഇഖാമത്ത് മാത്രം കൊടുത്ത് അസറിനെ 2 റക്അത്ത് ഖസറാക്കി ളുഹറിന്റെ കൂടെ മുന്തിച്ച് ജംആക്കി നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് അസർ കൂടി നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ ളുഹർ നിസ്കാര സമയം ആരംഭിച്ച ശേഷം ളുഹറിനെ അസറിന്റെ കൂടെ പിന്തിച്ച് ജംആക്കി നിസ്കരിക്കാം എന്ന് മനസ്സിൽ കരുതിയാൽ മതി. ളുഹറിന്റെ സമയം അവസാനിക്കും മുമ്പ് ഇപ്രകാരം കരുതൽ നിർബന്ധമാണ്. ഇത് നാം ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞുപോയതാണ്. ഇത് കരുതാൻ വിട്ടുപോയാൽ ആദ്യ നിസ്കാരം ഖളാ ആകുന്നതും തന്മൂലം തെറ്റുകാരനാകുന്നതുമാണ്. അസ്ര നിസ്കാര സമയത്ത് രണ്ടും കൂടി ഒന്നിച്ച് നിസ്കരിക്കാം. ളുഹറിനെ ആദ്യമാക്കലും ഇടയിൽ വിട്ടുപിരിക്കാതിരിക്കലും ജംഇനെ കരുതലും പിന്തിച്ച് ജംആക്കുന്നവന് തുടക്കത്തിൽ വാങ്കും ഇക്കാമത്തും കൊടുക്കലും ളുഹറിന് ശേഷം അസറിന് വേണ്ടി ഇക്കാമത്ത് മാത്രം കൊടുക്കലും സുന്നത്താണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സുന്നത്തായ കാര്യങ്ങളാണ്. ഇതേപോലെ തന്നെ മഗ്രിബും ഇശായും തമ്മിൽ ഇഷ്ടാനുസരണം മുന്തിച്ചും പിന്തിച്ചും ജംആക്കാവുന്നതാണ്. എന്നാൽ ഫർളിന്റെ മുമ്പും പിമ്പുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ യാത്രയിലായാലും സുന്നത്താണ്. മുന്തിച്ച് ജംആക്കുമ്പോൾ 2 നിസ്കാരങ്ങൾക്കിടയിൽ സുന്നത്ത് നിസ്കരിക്കരുത്. ളുഹറിന് ശേഷമുള്ളതും അസറിന് മുമ്പുള്ളതുമായ സുന്നത്തുകൾ അസർ നിസ്കരിച്ച ശേഷം നിർവഹിക്കാം. ഇശാ മഗ്രിബിന്റെ സുന്നത്തുകൾ ഇശാക്ക് ശേഷവും നിസ്കരിക്കാം. പിന്തിച്ച് ജംആക്കുമ്പോഴും ഇപ്രകാരം ചെയ്യലാണ് ഉത്തമം. അനുവദനീയമായ യാത്രയിൽ വാഹനത്തിൽ സഞ്ചരിക്കവേ റുക്കൂഉം സുജൂദുമെല്ലാം പൂർത്തിയാക്കി ചെയ്യുവാനും ഖിബ്ലയിലേക്ക് തിരിയുവാനും സാധിക്കുമെങ്കിൽ അവ സാധാരണ പോലെ ചെയ്യണം. അതിന് സാധ്യമായില്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബ്ലയ്ക്ക് തിരിയുകയും റുക്കൂഉം സുജൂദും തലകൊണ്ട് ആംഗ്യം കാണിക്കുകയും ചെയ്താൽ മതി. സുജൂദിൽ തല അല്പം കൂടുതൽ കുനിക്കണം എന്നു മാത്രം റുക്കൂഇനേക്കാൾ. നടന്നുകൊണ്ടാണ് സുന്നത്ത് നിസ്കാരമെങ്കിൽ റുക്കൂഉം സുജൂദും സുജൂദിന്റെ ഇടയിലെ ഇരുത്തവും പതിവ് പോലെ ഖിബ്ലയ്ക്ക് തിരിഞ്ഞു തന്നെ ഭൂമിയിൽ അവയവങ്ങൾ വെച്ച് പൂർത്തിയാക്കി ചെയ്യലും തക്ബീറത്തുൽ ഇഹ്റാമിൽ ഖിബ്ലയ്ക്ക് തിരിയലും നിർബന്ധമാണ്. മറ്റു സന്ദർഭങ്ങളിൽ ഉദ്ദിഷ്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കാം, അതിന് കുഴപ്പമില്ല. ഇതര ഭാഗങ്ങളിലേക്ക് തിരിയാൻ പാടുള്ളതല്ല. നടത്തമല്ലാത്ത പ്രവർത്തനങ്ങളും നിസ്കാരം ബാത്തിലാക്കുന്ന മറ്റു കാര്യങ്ങളും ഉപേക്ഷിക്കണം. നിസ്കാരം പൂർത്തിയാകും മുമ്പ് ഉദ്ദിഷ്ട സ്ഥലത്ത് എത്തുകയോ യാത്ര നിർത്തുകയോ ചെയ്താൽ ബാക്കിയുള്ളവ ഖിബ്ലയ്ക്ക് തിരിഞ്ഞ് പൂർത്തിയാക്കണം. ഒരു കാരണവശാലും ഫർള് നിസ്കാരം ഖളാ ആയി പോകരുത്. ട്രെയിൻ, ബസ് യാത്രകളിലെല്ലാം ജംഉം ഖസ്റും ആനുകൂല്യം ഉപയോഗിച്ച് നിസ്കരിച്ചാൽ ഒരു നിസ്കാരവും ഖളാ ആക്കേണ്ടി വരില്ല. ഭക്ഷണത്തിനും മറ്റുമായി ബസ് നിർത്തിയിടുമ്പോൾ സൂക്ഷ്മശാലികളായ മുസ്ലിം അവന്റെ നിർബന്ധ ചുമതല നിർവഹിക്കാൻ ഉത്സാഹം കാണിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നാം സമാധാനം പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.